അവിടെ നേരത്തെ ഉണ്ടായ സംഭവത്തിൽ നമ്മൾ തെറ്റെന്താണ് ശരിക്കും റെസ്പോൺസ് ചെയ്തു പിന്നെ انا بس عشان حب لا حب انت من مصر انا من دبي احنا اخوات اي حاجه اوكي تعمل لك شيء الله يخليك راجل الله يخليك മുർഷേ നമ്മള് വൈബാണ് എൻ്റെ ആഗ്രഹം അതേമാതിരി നടക്കുകയാണ് നമ്മളിപ്പം പോകുന്നത് ഹോട്ടൽ ബലൂൺ അപ്പോൾ ഇതിൻ്റെ ഒരു വൈബ് എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വന്ന് കണ്ട ഏരിയയാണിത് ഈ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഒരു ബോട്ട് കയറിയിട്ട് നമ്മൾ നേരെ വെസ്റ്റ് ബാങ്കിക്ക് പിടിക്കുകയാണ് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലൊക്കേഷനിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും മറ്റേ നമ്മൾ വണ്ടി ഒരുപാട് ദൂരം പോകണം ഇതിപ്പോൾ രാവിലെ 6:30 മണിയായി ഇവിടുത്തെ ഈ സമയത്താണ് ആൾക്കാർ നിസ്കാരമൊക്കെ നടക്കുന്നുള്ളൂ ഈ സമയത്ത് അല്ലേ നിസ്കാരം ഈ സമയത്ത് നടക്കുന്നു 6 മണിക്ക് ബാങ്ക് കൊടുത്തത് ഓക്കെ വ്യൂ നോക്കടാ നൈലിന്റെ നമ്മൾ നൈൽ നദിയിലുള്ളത് അത്യാവശ്യം തണുപ്പുണ്ട് ഈ സമയത്ത് ഇത്ര തണുപ്പുണ്ടെന്ന് ഈ ആലോചിച്ച് നോക്കും പക്ഷേ നമ്മളെ മറ്റേ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ എന്തായിരിക്കും ടൈം ടു പ്ലേസ് ഈജിപ്ത് ജനുവരി ഡിസംബർ ജനുവരി തന്നെ അല്ലേ പക്ഷേ ഓൺലൈനൊക്കെ പറയണ ഒക്ടോബർ തൊട്ട് സീസൺ തുടങ്ങും പക്ഷേ ലൈക്ക് ഒരു ആഫ്റ്റർനൂണിൽ ചെറിയ ചൂടുണ്ടാവും ഹോട്ടൽ ബലൂൺ എക്സൈറ്റഡ് ആണ് കപ്പഡോക്കിയിലെ ഫോട്ടോസ് കണ്ടിട്ടുള്ളൂ വീഡിയോസ് നമ്മൾ ചെയ്യാൻ അതായത് 20 പേര് ടോട്ടൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 5 കമ്പാർട്ട്മെന്റ് അതെ അതെ 5 കമ്പാർട്ട്മെന്റ് 4 5 5 5 5 20 ഇത് എത്ര പൈസക്കാണ് കിട്ടിയത് ഇപ്പൊ നമുക്ക് $40 കിട്ടിയത് $40 അല്ലേ ഓക്കെ വെരി ഗുഡ് നല്ല പ്രൈസ് എന്നുവെച്ചാല് നമ്മളത് അത്യാവശ്യം നമ്മൾ അന്വേഷിച്ചു പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ മറ്റുള്ള ആളുകളൊക്കെ നമുക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് ഇതിന്റെ ആളുകളെ പേരും ഇതിന്റെ കോൺടാക്ട് നമ്പറും നമുക്ക് ഇവിടെ ഇടാം ആയിക്കോട്ടെ ഓക്കെ അങ്ങനെ അതാ അതിരാവിലെ നമ്മൾ പോള ബലൂൺ ഓൾറെഡി അതുണ്ട് ആളുകൾ ബോട്ടിൽ നിന്ന് ഏകദേശം ഇറങ്ങി തുടങ്ങി അപ്പോൾ നമുക്ക് നോക്കാം അതാ ഇവിടെ ഏകദേശം ഒരു 3-4 ബോട്ടുകൾ കംപ്ലീറ്റ് ഉണ്ട് നോക്കണം ചക്രവാളത്തിൽ സൂര്യ ഒഴിച്ചു തുടങ്ങി നമ്മളിതാ മുഹമ്മദിൻ്റെ കൂടെ തന്നെ ഉണ്ട് سلام وكاتب كيف الحال؟ الحمد لله اخبارك اخوي؟ الحمد لله شو اسم؟ حسن نبيل حسن نبيل اوكي منور كم وقت من هنا الى مكان؟ 10 minutes 10 minutes اوكي ان شاء الله ان شاء الله اتكلم عربي صح ولا لا اتكلم انا 10 دقائق ربع ساعه بالكثير ربع ساعه ان شاء الله അങ്ങനെ നമുക്ക് ഇവിടുന്ന് 10 to 15 മിനിറ്റ് യാത്ര ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഏകദേശം 1/4 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് വന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് എത്തി കാരണം നമ്മൾ ബോട്ടിലൂടെ നമ്മൾ വന്നത് സാലം ബലൂൺ എന്നാണ് ഇവരെ ഈ കമ്പനിയുടെ പേര് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും 2 സമയത്താണുള്ളത് ഒന്ന് സൂര്യോദയത്തിന് മുമ്പും ഒന്ന് സൂര്യോദയത്തിന് ശേഷം നമ്മൾ സൂര്യോദയത്തിന് ശേഷം എടുത്തത് പക്ഷേ എനിക്ക് മനസ്സിലായി സൂര്യോദയത്തിന് മുമ്പാണ് ശരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് അവർ കഴിഞ്ഞ് വന്ന് ഇറങ്ങുക അപ്പോൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് വ്യൂ കിട്ടുക സൂര്യോദയത്തിന് മുമ്പാണ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അപ്പം ബലൂണുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇത്തരത്തിലുള്ള വണ്ടിയിലാണ് ബലൂണുകൾ കൊണ്ടുവരിക അപ്പോൾ ഈ ഒരു സൂര്യൻ ഉദിച്ച് നമ്മൾ ആ ഒരു ടൈം ഇത്തിരി പാളി നമുക്ക് നോക്കാം അങ്ങനെ ഉദിച്ചുയർന്ന സൂര്യൻ ഒരു സൈഡിൽ ഇവിടെ ബലൂണുകൾ ശേഷം പല ബലൂണും പല കളേഴ്സാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതാ നമ്മുടെ വണ്ടി ഇതാ കുറച്ച് സൂര്യൻ്റെ ഉദയം ഒന്ന് എടുക്കിയിരുന്നില്ലേ ഒന്ന് മിസ്സായോ ചെറുതായിട്ട് മിസ്സായോ നീയല്ലേ പറഞ്ഞ ഒക്ടോബറിൽ ഇവിടെ സൂര്യൻ ഉണ്ടാവില്ല എന്നുള്ളത് അത് ഞാനാണ് പറഞ്ഞത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒന്നുമല്ല ഓക്കെ അപ്പോൾ ഏകദേശം എല്ലാവരും ഉണ്ട് എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് പിന്നെ നമുക്ക് നോക്കാം അസ്സലാമു അലൈക്കും സോ യു ആർ അവർ ഗൈഡ് സോ വിച്ച് ഈസ് എ ബലൂൺ ദിസ് വൺ ഓക്കെ നൗ ഇറ്റ്സ് കമ്മിങ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം എടാ നമ്മുടെ ബലൂൺ എത്തിയില്ല ആരോ കൂട്ടിയിട്ട് വരികയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എത്തും
അപ്പോൾ ബിഫോർ സൺറൈസ് ചെയ്ത ആളുകളെ ബലൂണൊക്കെ തിരിച്ചെത്തി നമ്മൾ ചെറിയ തോതിൽ ഇവിടുത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പാട്ടോ. അപ്പോൾ ഈജിപ്ത് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറഞ്ഞാൽ ജനുവരി ആ ടൈമാണ്. ഇപ്പോൾ നേരത്തെ മുർഷി പറഞ്ഞ പോലെ എപ്പോഴാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഏകദേശം 20 പേര്, നമ്മളെ ഗ്രൂപ്പിലുള്ള 20 പേര് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് മറ്റുള്ള ആളുകൾക്കുള്ള ബലൂണാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ ഹോട്ടൽ ബലൂൺ എത്തിയെന്ന്, പക്ഷെ നമ്മളതല്ല, പല ആളുകളതും പല രീതിയിലായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ലക്സറിൽ നമുക്കറിയാലോ, തുർക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. നമുക്ക് $40. പക്ഷേ ഈ $40 നിങ്ങൾ ആദ്യം ബാർഗെയിൻ ചെയ്ത് ഒരുപാട് നിങ്ങൾ അന്വേഷിക്കണം എന്നെങ്കിലാണ് നിങ്ങൾക്ക് ഈ $40 നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. സൂര്യ ഉദയത്തിന് മുമ്പുള്ള സംഗതി ആകുമ്പം അതിന് $55 വരുന്നത്. ഈ $15 വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാം, എപ്പോഴും സൺറൈസിന് മുമ്പുള്ള ആ ഒരു യാത്രയാണ് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ബലൂൺ റൈഡിന് മുന്നോടിയായിട്ട് നമ്മുടെ ഗൈഡും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും അവർ ചെറിയൊരു വീഡിയോ പാക്കേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ 1-2 ഫൂട്ടേജ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ മോശമാണ്. അവർ നമ്മളെ എടുക്കുന്നതും പിന്നെ അതൊക്കെ അവർ പഴയ ക്യാമറ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെറിയൊരു $10 പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തു. 3 കൂടി ഒന്നായിട്ട് $10 പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തു. എനിവേ നിങ്ങൾ ഈ കാഴ്ചകളൊന്ന് കാണുക. അപ്പം ഓരോരുത്തരായിട്ട് ബലൂൺ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ശരിക്കും ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ്, ഫ്ലൈറ്റ് ലാൻഡിങ് അതേപോലെ തന്നെയാണ് ഇത് വരുന്നത്. ശരിക്കും മുർഷി ഏകദേശം റെഡി ആയിട്ടുണ്ട്. മുർഷിക്ക് നമ്മൾ ആ ഗിംബൽ വെച്ചിട്ട് അവൻ ചെറിയ തോതിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചെറിയ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു പാടത്ത് നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തിട്ട് അവർ മറ്റുള്ളൊരു സ്ഥലത്ത്, അതായത് നമ്മൾ നേരത്തെ വന്ന വണ്ടി നമ്മളെ അടുത്ത ലാൻഡിങ്ങിൻ്റെ സ്ഥലത്താണ് അവർ നമ്മളെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഫോട്ടോജനിക്കാണ് ഈ സ്ഥലം കേട്ടോ. കാരണം എപ്പോഴും ഫോട്ടോ എടുക്കാൻ ഏറ്റവും നല്ല ടൈം പറഞ്ഞാൽ ഒന്ന് ഏർലി മോർണിംഗും പിന്നെ ഒന്ന് ബിഫോർ സൺസെറ്റും ആണല്ലോ. അപ്പോൾ ആ ഒരു ഭംഗി ഫോട്ടോസിനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി പതുക്കെ നമ്മുടെ കപ്പിത്താൻ എന്ന് പറയില്ലേ, നമ്മളെ പൈലറ്റിനെ നമുക്ക് പരിചയപ്പെടാം. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ട്രെയിനിങ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൈലറ്റ്. ഇദ്ദേഹം എല്ലാവരും കൂടി വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിരിയും, അദ്ദേഹം ഈജിപ്ഷ്യൻ നാഷണലാണ്, അദ്ദേഹത്തിൻ്റെ ചിരിയും കാര്യങ്ങൾ വെച്ച് അദ്ദേഹം നമ്മൾ ആദ്യം ഗ്രീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കേൾക്കണമല്ലോ. അപ്പോൾ അത് ഇംഗ്ലീഷിലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. Okay, my name is Mohammed. I am going to your pilot and command this morning. Now I will give you safety briefing for your flight. Okay? All what I need from you up in the air, not allowed to smoke, not allowed to touch any pilot equipment, not allowed to move too much. If you want to move, try to move gently. Our flight today is sometime really low, sometime in the middle, sometime going high. Depends on the weather. We haven't oil or engine like the aeroplane to turn right or turn left. We fly with the wind. Okay? Our basket today, this one. The shape like this form. We have 2 long side, 2 small side. 2 long side, 2 small side. 4 different sections. 2 here and 2 there. I am where? In the middle. Inside the basket everywhere we have rope. We have rope. We call it rope handle. Try remember this rope because you are going to hold it when we are coming to the land. Always we landing with the long side. You with me? You listening? Okay. Always we landing with the long side. This way or this way. When you're hearing from me, when we coming to the land, you're hearing I say, okay everybody, landing position, landing position. What does it mean? Balloon traveling that way, your face and your body will be opposite direction. You're back for the landing. You remember the rope? Hold the rope, bend your knees and push back. Do not sit in the floor. I need your back straight. Inside the basket we have something soft cushion to protect your back. Balloon traveling that way, your face will be that way. Hold the rope, bend your knees and push back, like this. If you don't know where your face, ask me. I will tell you before we land. Okay? Inside the basket, up the rope, we have hoses with gas hoses. I will show to you. Not allowed to pull them. Just rope.
അപ്പം ഇത് നമ്മൾ ഈ ഒരു പൈലറ്റിൻ്റെ ഈ ഒരു സെഷനെല്ലാം കഴിഞ്ഞു. ഇതിൻ്റെ ഈ ഒരു ശബ്ദം നിങ്ങൾ കേട്ടില്ല, എത്രത്തോളം ഹെവി ശബ്ദമാണ്. അതേപോലെ തന്നെ ഈ ഒരു ബലൂണിൻ്റെ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുമ്പം ഈ ഒരു തീ ഉണ്ടല്ലോ, ഈ ഒരു തീഗോളത്തിൻ്റെ ഒരു ചൂട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇനീഷ്യലിയൊക്കെ നമ്മൾ ആ ഒരു ബലൂണിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ചൂട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി നമ്മുടെ തല നല്ല രീതിയിൽ ചൂടാവും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു തീ കണ്ടില്ലേ, ഈ ഒരു തീയുടെ തൊട്ടത്തായാണ് നമ്മൾ നിൽക്കുക. ആ ഒരു ചൂട് നമുക്ക് ആദ്യം ഫീൽ ചെയ്യും. പിന്നെ നമുക്കത് അഡ്ജസ്റ്റ് ആയിട്ട് പോവുക ചെയ്യുക. ഏകദേശം ഒരു 15 മിനിറ്റുള്ള ഈ ഒരു യാത്ര അത്രത്തോളം സുഖകരമാണെന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയും. പക്ഷേ ആ ഒരു ഭംഗിയുടെയും ആ ഒരു ഫീലും എല്ലാം കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ഓക്കെയാണ്. അപ്പം ആ ഒരു ചൂടിൻ്റെ ചെറിയൊരു നെഗറ്റീവ് ഞാൻ അതിൽ കണ്ടു. അപ്പോൾ നമ്മുടെ പൈലറ്റ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതിൻ്റെ ഒരു കണ്ടില്ലേ, ഈ തീഗോളം കണ്ടില്ലേ, ഈ ഒരു തീഗോളത്തിൻ്റെ നമുക്കറിയാലോ, ഈ ഒരു തീഗോളത്തിൻ്റെ രീതിയിലാണ് ഈ ബലൂൺ ശരിക്കും പറക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകളൊന്ന് കാണുക. ഈ ഒരു ഫൂട്ടേജ് ഉണ്ടല്ലോ, അവർ എടുത്ത ഫൂട്ടേജാണ്. അതിൽ ഞാൻ ഇതിൽ ജസ്റ്റ് ആഡ് ചെയ്താണ്. അപ്പോൾ പോരാ, അവരെ ക്യാമറയും കാര്യങ്ങളും കുറച്ച് പഴയ ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം ഒരു നല്ല ഫൂട്ടേജ് ഒന്നുമല്ല. പിന്നെ എന്തായാലും നിങ്ങൾ ഈ ഒരു ബലൂൺ റൈഡിൻ്റെ യാത്ര ഒന്ന് കാണുക. എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഹോട്ട് എയർ ബലൂൺ. അപ്പോൾ അത് നിങ്ങൾ എവിടെ എത്തിക്കഴിഞ്ഞാലും ഇവിടെയാണ് നമ്മൾ ലോകത്തിൽ ഇപ്പോൾ ഉള്ള ഞാൻ അറിയുന്ന, ഇപ്പോൾ തുർക്കി അല്ലെങ്കിൽ ഇവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദുബൈയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഏറ്റവും ചീപ്പറായിട്ട് ഈ ഒരു ഭാഗത്താണ്. നിങ്ങൾ കാഴ്ചകളൊന്നും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ ആ കാണുന്നതാണ് നമ്മുടെ വണ്ടി. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ ടേക്ക് ഓഫ് സെഷൻ്റെ അവിടെ നിന്ന് മുതൽ നമ്മൾ ഈ വണ്ടി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ ബലൂൺ ഏതാണെന്ന് അറിയാനുള്ള ചെറിയൊരു അടയാളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പതുക്കെ ബലൂൺ ഇനി താഴോട്ട് പോകും. ഏകദേശം 15 to 20 മിനിറ്റോളം ഒരു ടൈമുണ്ട്. കാറ്റിൻ്റെ ഗതി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു യാത്ര വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി പതുക്കെ ലാൻഡിങ് സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾ കാണാം. നമ്മൾ ഇന്നലെ നമ്മൾ ഈ ഒരു ലെക്സർ സിറ്റിയുടെ ഇന്നലെ നമ്മൾ കണ്ട വാലി ഓഫ് കിങ്സ്, അതേപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് പാടങ്ങൾ, പിന്നെ നൈൽ നദി, ഇത്തരത്തിലുള്ള എല്ലാ കാഴ്ചകളൂടെയും നമ്മളെ കൊണ്ടുപോയിട്ട് അവസാനം ഈ ബലൂൺ ലാൻഡ് ചെയ്തു. ഈ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇതേപോലെ കുറേ ബാലന്മാരെ നമുക്ക് കാണാൻ പറ്റും. അവർ നമ്മളോട് ചെറിയ തോതിൽ പൈസ ചോദിക്കുന്നുണ്ട്. പിന്നെ അവരുടെ അടുത്ത് ചെറിയ മുയലൊക്കെ ഉണ്ട്. നമുക്കത് വെച്ച് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ നോക്കും. പക്ഷേ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ബലൂണിൻ്റെ ആളുകൾ തന്നെ അത് നമ്മളോട് നോക്കേണ്ട, നമ്മളോട് മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ പൈലറ്റിന് ചെറിയ ടിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇവരോട് യാത്ര പറയുന്നത്. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈഫിൽ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യണം. നമ്മളറിയാലോ ഹോട്ട് എയർ ബലൂണ്, പാരഷൂട്ട്, അതേപോലെ തന്നെ സ്കൈ ഡൈവ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റസി എത്തി. അതിൻ്റെ എക്സ്റ്റസി എത്തി. ഇത് ഒരു ബേസിക് കാര്യങ്ങളാണ്, നമുക്ക് ആർക്കും ട്രൈ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രഗ്നൻ്റായുള്ള ലേഡീസ്, അതേപോലെ തന്നെ ചെറിയ ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ള ആളുകളൊന്നും ഇത് ട്രൈ ചെയ്യരുത്. ചില സമയത്ത് പേടിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതാണ് നമ്മൾ ഹോട്ട് എയർ ബലൂണിൻ്റെ എക്സ്പീരിയൻസ് ടോട്ടൽ. ഇറ്റ് വാസ് ഗുഡ്.
പിന്നെ ഇനി അടുത്തൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമില്ല. നമ്മുടെ ഈ ഡ്രൈവർ നമ്മളെ തിരിച്ച് നമ്മുടെ ആ സെയിം പോർട്ടിൽ ആ ഒരു ബോട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ലഗേജ് റൂമിലുണ്ട്. നമുക്ക് ഏകദേശം ലിറ്ററലി വി ആർ ഗോയിങ് ഔട്ട് ഓഫ് ടൈമാണ്. നമ്മളെ ഫ്ലൈറ്റ് 10:30-ക്കാണ്. ഇപ്പോൾ സമയം നിങ്ങൾ നോക്കണം, 9 മണിക്ക് 10 മിനിറ്റേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ ആ ഒരു ഭാഗത്തെത്തി അവിടുന്ന് ബോട്ടിൽ കയറി വീണ്ടും നമ്മൾ ഹോട്ടലിലെത്തി അവിടുന്ന് നമ്മൾ ലഗേജ് എടുത്തിട്ട് നമ്മൾ എയർപോർട്ടിലെത്തണം. അപ്പോൾ ഇത് കുറച്ചൊരു ക്രൂഷ്യലാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും വെറി ചെയ്യേണ്ട, 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ എത്തിയാൽ മതി, കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു റോള് ഭംഗിയായി ചെയ്തു. ഞങ്ങളിതാ ബോട്ടിൻ്റെ ആ ബോട്ട് ജെട്ടിയിലെത്തി. നമ്മളിനി ബോട്ടിൽ കയറി ഞങ്ങൾ ഇവരോട് കാര്യങ്ങൾ അറിയാം. കാരണം നമുക്ക് ഈ ഒരു ഈ മുഹമ്മദ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയാം. കാരണം നമ്മളെ ഫ്ലൈറ്റിൻ്റെ ടൈമും കാര്യങ്ങളും ബുദ്ധിമുട്ടെല്ലാം അറിയാം. അപ്പോൾ അവരും മാക്സിമം നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നൈൽ നദി ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പറയാണ്. നമുക്ക് ഇനി ലിറ്ററലി ജസ്റ്റ് 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് നമ്മളിപ്പോൾ ഇനി റൂമിൽ പോകണം. നമുക്ക് നമ്മളെ ലഗേജ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തിരി ഫാസ്റ്റ് ആക്കണം. നമ്മളെ വണ്ടി ഓൾറെഡി അവിടെ വെയിറ്റിംഗ് ആണ്. ഈ കോൺഫിഡൻ്റ് അല്ലേ ഫ്ലൈറ്റ് കിട്ടുമെന്നുള്ള? ഉറപ്പല്ലേ. പിന്നെ അസ്സലാമു അലൈക്കും. The airport, you have made us very fast and thank you for everything. And what's your company name? Safari Balloon. Safari Balloon. And I'll mention the name. You have any card or something? Or you can tell the number? My number? Oh, yeah, Egyptian number. 01 Okay. 9 Okay. 0 25 Okay. 18 Okay. 27. 27. So like for anyone seeing this video, they can come and they can get you, and you can give them a good price also. Okay. Okay. Jazakallah khair ya. അങ്ങനെ ഏകദേശം 9:40 ഞങ്ങളിതാ എയർപോർട്ടിലെത്തി. അപ്പോൾ സംഭവം അടിപൊളിയായി. അവർ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇതാണ് ലക്സർ എയർപോർട്ട്. വളരെ ചെറിയ എയർപോർട്ടാണ്. നമുക്കറിയാലോ ഈജിപ്തിൽ ഒരുപാട് എയർപോർട്ടുകളുണ്ട്. ലക്സർ എയർപോർട്ടിലെത്തി. നമ്മൾ മേക്ക് ചെയ്തു അല്ലേ? കാരണം ഈ നോക്ക് നമ്മൾ എത്രയും ചെയ്തു. അവർ അല്ല ഇതിന് മെയിൻ അവരെ കോപ്പറേഷൻ അല്ലേ? അങ്ങനെ അതാ നമ്മള് ലക്സർ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്സർ എയർപോർട്ട്. അടിപൊളി എയർപോർട്ടാണ്. ലൈക്ക് അത്രത്തോളം ഒരു ഹെവി ക്രൗഡ് നമ്മുടെ കാണുന്നില്ല. അപ്പോൾ നമ്മളിതാ അവർ അടിപൊളിയായി ചെയ്തു, ഒന്നും പറയില്ല. കാരണം നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ആ 6:37 ആ ഒരു ടീമിന് മൊത്തം അറിയായിരുന്നു നമുക്ക് ഈ ഫ്ലൈറ്റ് ഡിലേ ആവും, നമ്മളെ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു. അവർ കോർഡിനേറ്റ് ചെയ്ത് ഈ കാര്യങ്ങൾ മൊത്തം നമുക്ക് അടിപൊളിയായി ചെയ്തു. താങ്ക്സ് ടു ദ ടീം. ഇനി നമുക്ക് നമ്മളെ ചെക്കിംഗ് പ്രൊസീജിയറാണ്. നമ്മളെ നൈൽ എയർ ഉണ്ട്, നമുക്ക് ആ എയർലൈനൊക്കെ ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ നല്ല ടൈറ്റ് ഷെഡ്യൂളുള്ള പോക്കിൽ നമ്മളെ ബോർഡിംഗ് പാസ് നമ്മളെ കയ്യിൽ കിട്ടി. അങ്ങനെ അതൊരു സന്തോഷമായി. പിന്നെ ഇതാണ് എയർപോർട്ടിൻ്റെ ആ ഒരു ലോഞ്ചൊക്കെ ഉള്ള ഏരിയ. പക്ഷേ ഇവിടെ നമുക്ക് ലോഞ്ചൊന്നും കാണാൻ പറ്റില്ല. ലോഞ്ച് ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഓണല്ല, അതിപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് മുർഷിനോട് യാത്രക്കും ചോദിച്ചു നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛന് കുഴപ്പമില്ല. നമുക്കൊരു ഒരു ഏർലി മോർണിംഗ് ഒരു 5 o'clock ഇവിടെ എത്തുകയാണെങ്കിൽ ഒരു 1 day നല്ല രീതിയിൽ കണ്ടു തീർക്കാനുള്ള വകുപ്പുണ്ട് ലക്സറിൽ. ഓക്കെ, ഇത് കഴിയുന്നതും ഒരു നല്ല വെതറുള്ള ടൈമിലൂടെ വരാൻ നോക്കുക. ബ്രോ, സീറ്റുകളൊക്കെ ഏകദേശം ഒഴിഞ്ഞു അല്ലേ? അധികം വലിയ ഫ്ലൈറ്റുകളൊന്നുമില്ല, ചെറിയ എയർപോർട്ടല്ലേ. നമുക്ക് നോക്കാം. ഓക്കെ. അങ്ങനെ സമയമായി, നമ്മുടെ ബോർഡിങ്ങിലേക്ക് നമ്മൾ പോവാണ്. ഇതാണ് നമ്മളെ ഫ്ലൈറ്റ് കേട്ടോ, നൈൽ എയർ. ഈജിപ്തിൽ നമുക്കറിയാലോ ഒരുപാട് ചെറിയ ചെറിയ എയർപോർട്ടുകളുണ്ട്. ഈ ലക്സർ, അലക്സാൻഡ്രിയ, ലക്സർ, കൈറോ, പിന്നെ അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ എയർപോർട്ടുകളുണ്ട്. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൊമസ്റ്റിക് ആയിട്ട് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫെയറും അത്ര വലിയൊരു ഫെയറൊന്നുമല്ല, ഒരു ആവറേജ് ഫെയറാണ് നമുക്ക് ഇതിനൊക്കെ വന്നിട്ടുള്ളൂ. ഏകദേശം 250 to 300 ദിർഹംസാണ് നമുക്ക് ഒരാൾക്ക് വരുന്നത്. ഒരു 5000 to 7000 രൂപ. അത് നമ്മൾ ജസ്റ്റ് 2 ദിവസം മുമ്പ് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. നമുക്കറിയാലോ ഈജിപ്തിൻ്റെ ആ ഒരു കാഴ്ച, ആകാശ കാഴ്ച ഈ ഒരു ഇതാണ്. പിന്നെ നമ്മളിതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. പിന്നെ നമ്മളിനി കൈറോയിൽ ലാൻഡ് ചെയ്തു. നമുക്കിനി ഇവിടുന്ന് നേരെ അലക്സാൻഡ്രിയയിലേക്കുള്ള ബസ്സിന് നമുക്ക് പോകണം. ഏകദേശം 6 to 7 hours ആണ് നമുക്ക് ഇവിടുന്ന് അലക്സാൻഡ്രിയക്ക് എടുക്കുക. അങ്ങനെ നമുക്ക് ബസ്സിന് അധികം സമയമില്ല. അപ്പോൾ ചെറിയൊരു സംഭവം ഉണ്ടായി, ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ആദ്യം ഞങ്ങൾ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം. എവറിത്തിങ് ഫൈൻ ഹിയർ? ഓക്കെ, കല്ലം അറബി. ഓക്കെ, എവറിത്തിങ് ഫൈൻ. أقول لك أنا من هند لكن كلم عربي. أنا من دبي 11 سنوات. الحين يجي من لكسور إلى كايرو. عندي في الطيارة اوريدي ينزل، بعدين الحين في باص
واحد و 15 دقيقة بس اطلع أجا ألكسندريا. സംഭവം വളരെ സിമ്പിളാണ്. ഇതാ ഈ ഒരു കാണുന്ന ആളുകളും ഈ ഒരു പ്രിമിസസും കണ്ടില്ലേ, ഇത് എയർപോർട്ടിൻ്റെ അടുത്തുള്ള എയർപോർട്ട് അതോറിറ്റിയുടെ അണ്ടറിലുള്ള ഒരു കഫയും ഒരു ഭാഗങ്ങളുമാണ്. അപ്പം എൻ്റെ അടുത്താണ് ഇതിൽ സംഭവിച്ച മിസ്റ്റേക്ക്. ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ ഇവരോട് ഈ ഒരു അപ്പുറത്തുള്ള മതിലിൻ്റെ അടുത്ത് ഞങ്ങൾ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ മതിൽ അങ്ങ് ചാടിക്കടന്നു. പക്ഷെ അത് ഈ ആൾക്കും അതേപോലെ തന്നെ ഈ ഗാർഡനർക്കൊക്കെ അത് വലിയൊരു പ്രശ്നമായി. അങ്ങനെ അവരെ അതോറിറ്റിനെ വിളിച്ച് വരുത്തി. അങ്ങനെ അവർ ഞങ്ങളെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു. ഞങ്ങളെ പാസ്പോർട്ടും കാര്യങ്ങൾ കംപ്ലീറ്റ് എടുത്തു. എന്നിട്ട് ഒക്കെ വെരിഫൈ ചെയ്തിട്ടാണ് ഞങ്ങളെ വിട്ടത്. പക്ഷെ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കാണുന്ന മതിലില്ലേ, എൻ്റെ മുമ്പ് കാണുന്നത് ആ ഒരു മതിലെടുത്ത് ചാടുക ചെയ്ത് ചെയ്യാൻ പാടില്ല, ഒരു തെറ്റാണ് ചെയ്തത്. പക്ഷേ നമ്മൾ ആ ഒരു സംഗതി അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. വളരെ നല്ല രീതിയിൽ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. ഇദ്ദേഹവും കൺവിൻസ്ഡായി. പിന്നെ അവിടുത്തെ ഒരു കഫ്റ്റീരിയയിൽ നിന്ന് അത്യാവശ്യം ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ബർഗറും ഒരു ഷവർമ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നത്. അത് നല്ലൊരു അനുഭവമായിരുന്നു. ആദ്യം കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. അവർ ഞങ്ങളൊന്ന് സംശയിച്ചു, ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാമെന്ന ആളുകളിൽ സംശയിച്ചു. പിന്നീട് നമ്മളെ ക്ലിയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ ഒരു ഫുഡ് കോർട്ടിലേക്ക് ശരിക്കും വരാനാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷേ ഈ ഫുഡ് കോർട്ടിലേക്ക് വേറെ വഴിയൊന്നും ഞങ്ങൾ കണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വളഞ്ഞ വഴി എടുത്തത്. എനിവേ മുർഷി ഞാനും ഞങ്ങളിതാ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റിലായിട്ടോ, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ ഒരു സമയത്ത് ഒരു 10-15 മിനിറ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഓക്കെ. അവിടെ നേരത്തെ ഉണ്ടായ സംഭവം നമ്മൾ തെറ്റെന്താണ്, ശരിക്കും റെസ്പോൺസ് ചെയ്തു. പിന്നെ ആ പെണ്ണ് ആ കാര്യം പറയുമ്പോൾ ഞാൻ ഓടി എന്ത് ചെയ്തിരുന്നു, മുറിച്ചെടുക്കാൻ നോക്കിയിരുന്നു. പക്ഷെ അതിൻ്റെ ശേഷമുള്ള സംഭവം അവർ നല്ല ഡീൽ ചെയ്തില്ലേ. സംഭവം എയർപോർട്ടിൻ്റെ പ്രമിസ് ആണോ, ലൈക്ക് അവർ അത്രയും സംഭവമാക്കാനുള്ള കാര്യം ഉണ്ടോ? മെയിനായിട്ട് ഇപ്പം അതായത് പ്രീമിയം റിച്ച് ഫാമിലീസിൻ്റെ സ്പോർട്സ് ക്ലബ്ബ് എന്നാണ് അവൻ പറഞ്ഞത്. അതായത് എനിക്കാണ് പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ള സ്പോർട്സ് ക്ലബ്ബ് എന്തെങ്കിലും ആയിരിക്കും. സ്പോർട്സ് ക്ലബ്ബ് എന്തായിരിക്കും, അവിടേക്കാണ് നമ്മൾ മതിൽ കടന്നാണ്ട് ചാടിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ സംഭവം ചെറുതായിട്ട് പെടേണ്ടി വരുന്നു നമ്മൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്യരാജ്യത്ത് പോകുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മുർഷി ശരിക്കും ഈ ഒരു കാര്യം അവിടെയുള്ള ആ ഒരു മതിലിൻ്റെ അപ്പുറത്ത് ആ ലേഡിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ആണ്ട് കയറാൻ ശ്രമിച്ചു. പിന്നെ മുർഷിക്കും വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആ ഒരു ഇൻസിഡൻ്റ് എല്ലാം കഴിഞ്ഞു. അവരായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ അവർ പിരിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ അലക്സാണ്ടറിയിലേക്കുള്ള ബസ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ യൂബർ ഇട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷനിലെത്തി നമ്മൾ അത്യാവശ്യം വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബസ് ഏകദേശം എത്താനായി. അപ്പോൾ ഇതാണ് ബസ് സ്റ്റേഷൻ. ഇതിൻ്റെ കാഴ്ച നിങ്ങൾ കാണാം. ഇവിടുത്തെ ബസ് സ്റ്റേഷൻസൊക്കെ കുറേ നീറ്റാട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഗോ ബസ്സിൻ്റെ ടെർമിനലാണ്. അപ്പോൾ ഗോ ബസ്സിൻ്റെ ടെർമിനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൈറോയിൽ ഒരുപാട് ടെർമിനലുണ്ട്. അതിൽ ഏത് ടെർമിനലും നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ആ ഓരോ ടെർമിനലിൽ ആ ബസ് വരുന്ന സമയം ഉണ്ടാകും. അതിനനുസരിച്ച് നമുക്ക് ബസ്സിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും മെയിൻ ടെർമിനലിൽ തന്നെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അലക്സാണ്ടറിലേക്ക് പോവാണ്. ഏകദേശം സമയം സൂര്യാസ്തമയത്തിന് അടുത്തായി. അപ്പോൾ ഇനി നമ്മൾ ഒരു ദിവസം കൂടി ഉള്ളൂ. നാളെ നമ്മൾ അലക്സാണ്ടറിയുടെ കാഴ്ചകളുണ്ട്. അപ്പോൾ നാളത്തെ ഒരു എപ്പിസോഡോട് നമ്മളെ ഈജിപ്ഷ്യൻ എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നാളത്തെ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.